നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ്. നിങ്ങളിപ്പോൾ ഈ പിക്ചറിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മോർണിംഗ് ആക്ടിവിറ്റിയിൽ നടന്ന തല്ലിൻ്റെ അടിസ്ഥാനത്തിൽ ഹൗസ് മെമ്പേഴ്സിനെ എല്ലാവരും ഒരു ശിക്ഷ എന്നുള്ള കണ്ടീഷനിൽ അരമണിക്കൂറായിട്ട് അവിടെ ലിവിംഗ് റൂമിൽ പിടിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റും പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ അരമണിക്കൂറായിട്ട് അവിടെ ഇരുത്തിയിരിക്കണം എല്ലാവരും. അതിന് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് മോർണിംഗ് ആക്ടിവിറ്റി ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റിനും അതിന് മറുപടി അതിൽ ആ ആക്ടിവിറ്റി ചെയ്യുന്നതിന് ഭാഗമായിട്ട് നോറ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, നോറ ജാൻമണിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്താ ഡീറ്റെയിൽസ് എന്ന് ഞാൻ വീഡിയോയിൽ പറയാം. പറഞ്ഞിട്ടുള്ളൊരു കാര്യം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ജാൻമണി റിയാക്ട് ചെയ്ത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഒരു പ്രൊമോ വന്നിരുന്ന ഏഷ്യാനെറ്റ്, നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിച്ചോ എന്നുള്ളത്. അടിച്ചൊന്നുമില്ല ജാൻമണി പക്ഷേ കയ്യോങ്ങി. ജാൻമണിനെ കുറിച്ച് പിന്നെ ആർക്കൊന്നും പറയാൻ പാടില്ലല്ലോ. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള നോറ ജാൻമണി ഇഷ്യൂവിൽ ഒരു ശിക്ഷ കൊടുക്കുന്ന രീതിയിലാണ് ബിഗ് ബോസ് എല്ലാവരും അവിടെ പിടിച്ചിരുത്തിയിട്ടുള്ളത്. രാവിലെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അതായത് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നിങ്ങൾ കാണുന്ന ആൾക്കാരിൽ ഒരിക്കലും നിങ്ങൾക്ക് എത്താൻ താല്പര്യമില്ലാത്തൊരു പൊസിഷനിൽ എത്തി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ പേര് ഈ ക്വസ്റ്റ്യൻ കൊടുക്കുന്ന സമയത്ത് തന്നെ ബിഗ് ബോസിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞത് ഒരു അടിപൊളി കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല എന്നുള്ളത്. പക്ഷേ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് രണ്ട് രീതിയിൽ ആൾക്കാർ പറയാം. അതായത് ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ ഒരു പക്ഷേ ചിലപ്പോൾ ഇമേജ് കോൺഷ്യസ് പിന്നെ അതിനുള്ളിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പേടിച്ച് നിൽക്കുന്ന ആൾക്കാർ ഒരു പക്ഷേ ചിലപ്പോൾ മറ്റുള്ളവരെ സോപ്പ് ചെയ്ത് പറയുന്ന രീതിയിൽ തോന്നാം. മറ്റുള്ളവർ ചിലപ്പോൾ കുറച്ച് ആൾക്കാരുകൾ തുറന്ന് പറയുന്ന സിറ്റുവേഷൻ. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാരെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളത്. സായി ആസ് എക്സ്പെക്റ്റഡ് സോപ്പിട്ട പോലെ തോന്നി. കാരണം ഗബ്രീനാണ് പറഞ്ഞിട്ട് ഗബ്രീനെ വാനോളം പൊക്കിയടിച്ചു. സായിവിനെ അതിനുള്ളിൽ ചെല്ലുന്നത് ഗബ്രീനെ പൊക്കാനും ജാസ്മിനെ പൊക്കാനും അല്ലാതെ വേറെ ഒന്നും. എല്ലാവരും ഒരുവിധം പൊക്കിയടിക്കാൻ പറ്റുന്നവരൊക്കെ പൊക്കാൻ വേണ്ടി മാത്രമായിട്ട് അതിനുള്ളിൽ ചെന്ന ഒരു വ്യക്തി പോലെയായിട്ടാണ് സീക്രട്ട് എന്ന് തോന്നുന്നത്. ജിൻഡോ അർജുനെ പറഞ്ഞു, അതുപോലെ ഗബ്രി ജാസ്മിനെ പറഞ്ഞു. ജാസ്മിനെ പറഞ്ഞാണ് വൻ കോമഡി. കാരണം വെച്ചാൽ ഗബ്രിക്ക് പിന്നെ എന്താ വെച്ചാൽ ഗബ്രിക്ക് പറഞ്ഞ പോലെ ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ജാസ്മിൻ്റെ പ്രീതി പിടിച്ച് പറ്റി ജാസ്മിനെ ഒട്ടി അവിടെ ജാസ്മിനെ പൊക്കി ജാസ്മിനെ താങ്ങി ജാസ്മിനെ ടേക്ക് കെയർ ചെയ്ത് നടക്കുന്നുള്ള ഒറ്റ പരിപാടി മാത്രമേ ഗബ്രിയുടെ വന്നുള്ളൂ. ഗബ്രി ഇങ്ങോട്ട് പറഞ്ഞിട്ടെന്ന് വെച്ചാൽ 23 വയസ്സുള്ള ഒരു കുട്ടിയായിട്ട് കൂടി ജാസ്മിൻ ഇത്രയധികം ജീവിതത്തിൽ അനുഭവിച്ചു എന്നുള്ള രീതിയിലൊക്കെ ജാസ്മിനെ പൊക്കി അടിച്ചതിന് കയ്യും കണക്കില്ല. ലൈവ് കണ്ടവർക്കറിയാം, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പക്ഷേ ഇതിനെ നല്ല അടിപൊളിയായിട്ട് കൗണ്ടർ ചെയ്തു നമ്മുടെ ശ്രീരേഖ വന്നിട്ട് ഒരിക്കലും എത്തി നിൽക്കാൻ താല്പര്യമില്ലാത്ത പൊസിഷൻ എന്ന് പറഞ്ഞിട്ട് ശ്രീരേഖ പറഞ്ഞിട്ട് ഗബ്രിനെ, കാരണം വെച്ചാൽ ഗബ്രി ഏത് നിമിഷം നോക്കുകയാണെങ്കിലും ജാസ്മിനെ താങ്ങി നടക്കുകയാണ്, ജാസ്മിനെ വെള്ള പൂശാൻ നടക്കുകയെന്ന് പറഞ്ഞു. സത്യം തന്നെയാണ്. കാരണം വെച്ചാൽ അവർ പറഞ്ഞു വളരെ കറക്റ്റ്. അതിനൊരു എവിഡൻസ് രാവിലെ തന്നെ കിട്ടിയെന്നുള്ളത് ശ്രീരേഖ പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ ഇന്ന് രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റി തന്നെ എടുത്ത് നോക്കിയപ്പോൾ നിങ്ങൾ മനസ്സിലായോ, ഈ സമയം പോലും ഈ ഒരു മോർണിംഗ് ആക്ടിവിറ്റി തന്ന സമയം പോലും ഗബ്രി അവിടെ പോലും ജാസ്മിൻ്റെ വെള്ള പൂശാനും ജാസ്മിനെ പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ജാസ്മിനെ താങ്ങി നടക്കാനുള്ള ഒരു പരിപാടിയാണ് ഗബ്രി അവിടെ എടുത്തിട്ടുള്ളത്. അതായത് ഗബ്രി ഇപ്പോൾ തന്നെ വളരെ ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള ഡേഞ്ചറസ് സിറ്റുവേഷനിൽ എനിക്കാവാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് ശ്രീരേഖ അവിടെ ഗബ്രിയുടെ പേരെടുത്ത് പറഞ്ഞത്. പിന്നെ അഭിഷേക് അഭിഷേകിനെ നോമിനേറ്റ് ചെയ്തു, പൂജ ജാസ്മിൻ്റെ പേര് പറഞ്ഞു, അപ്സര അൻസിബയുടെ പേര് പറഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ചെറിയൊരു വിയോജിപ്പ് എന്ന് പറയാനില്ല, അർജുൻ പറഞ്ഞ പേര് ജിൻഡോയുടെ പേരാണ്. ജിൻഡോയുടെ പേര് പറഞ്ഞ സമയത്ത് ഒരു പദം അവിടെ അർജുൻ ഉപയോഗിച്ചു. അത് ആരും ഉപയോഗിക്കാത്ത കുഴപ്പമൊന്നുമില്ല, നമുക്ക് എന്തുണ്ടെങ്കിൽ കാണാം. മോറോൺ എന്നൊരു വാക്കാണ് ഉപയോഗിച്ചു. അതായത് ജിൻഡോനെ അർജുൻ പറയുന്നത് മോറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുപ്പിഡ് പേഴ്സൺ എന്നുള്ള വേണമെങ്കിൽ പറയാം. പക്ഷേ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് വേണമെങ്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിവികാസം സംഭവിക്കാത്തൊരു വ്യക്തി എന്നുള്ളത്. അതായത് മന്ദബുദ്ധി എന്നല്ല, ഞാൻ വേർഡ് പറയാം, മന്ദബുദ്ധി എന്ന് പറഞ്ഞതിൻ്റെ ട്രാൻസ്ലേഷൻ വന്ന് കിടക്കുന്നത്, ഞാൻ അങ്ങനെ പറയുന്നില്ല. ബുദ്ധിവികാസം സംഭവിക്കാത്തൊരു വ്യക്തി എന്നുള്ള രീതിയിലാണ് അതിൻ്റെ മലയാളത്തിൻ്റെ ഒരു പരിഭാഷ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് അർജുൻ ഇയാളെക്കുറിച്ച് ജിൻഡോനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മളെ ഫൈറ്റിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പ്രോമോയിൽ കണ്ട ഫൈറ്റിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നോറ ജാൻമണിനെ പറഞ്ഞ കാര്യമാണ്. അത് വളരെ വാലിഡായിട്ട് തോന്നിയിട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ തോന്നുന്നുണ്ടായിരിക്കും ഞാൻ നോറനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ അതൊന്നുമില്ല. നമ്മൾ നോറ തിരിച്ചെന്തെങ്കിലും കാണിക്കുന്ന സമയത്ത് നേരെ തിരിച്ചടിക്കുകയും ചെയ്യും. നോറ ജാൻമണിനെ പറഞ്ഞ കാര്യത്തിലാണ് മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതായത് ആ ഹൗസ് മെമ്പേഴ്സിൻ്റെ ഔദാര്യത്തിൽ ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ സർവൈവ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് നോറയ്ക്ക് ഈ സ്ത്രീനെ ജാൻമണിനെ തോന്നിയിട്ടുള്ളത്. സീരിയസ് ആയിട്ട് തോന്നി. കാരണം വെച്ചാൽ അവർ പകൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെങ്കിലും മറ്റുള്ളവരെ സോപ്പിട്ടും ഇതാക്കിയിട്ടും രാത്രി 18+ കോമഡി പിന്നെ അടിച്ചിട്ട് മറ്റുള്ളവർക്ക് ആ ഒരു രീതിയിൽ മറ്റുള്ളവർക്ക് എന്താ പറയുക, മറ്റുള്ളവരുടെ ഒരു ആർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രീതിയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ അവരെ പേടിച്ചിട്ട് മറ്റുള്ളവർ അവർക്കെതിരെ യാതൊരു വസ്തുവും പറയുന്നില്ല. അത് സത്യം പറഞ്ഞാൽ അവർക്ക് മറ്റുള്ളവരുടെ അടുത്ത് കിട്ടുന്ന ഒരു ഔദാര്യമാണ്. അപ്പോൾ ബാക്കിയുള്ളവരുടെ ഔദാര്യത്തിൽ കഴിഞ്ഞുകൂടി പോകുന്ന ഒരു വ്യക്തിയാണ് ജാൻമണി എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് ഇത് കേൾക്കേണ്ട സമയം ഇത് കഴിഞ്ഞോടുകൂടി ജാൻമണിക്ക് ട്രിഗർ ചെയ്തു. ജാൻമണി അങ്ങോട്ട് പറഞ്ഞു, നോറയാണ് ഒന്നും കൂടി സ്ട്രോങ് ആയിട്ട് പറഞ്ഞത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിൻ്റെ ബാക്കിയായിട്ട് പിന്നെ ജാൻമണി അടിക്കാൻ ഓങ്ങുന്നു, കൈ ഓങ്ങുന്നു. ഇതാണ് ഇന്ന് രാവിലെ ഉണ്ടായ സിറ്റുവേഷൻ. ഇതിൻ്റെ പേരിലാണ് എല്ലാവരും പിടിച്ചാൽ ലിവിംഗ് റൂമിൽ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ബാക്കിയായിട്ട് ജാൻമണിക്ക് ഒരു വാർണിംഗ് കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് വാർണിംഗ് ആണെന്ന് പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ അടിച്ചിട്ടില്ല, അടിക്കാൻ ഓങ്ങിയിട്ട കാര്യം കൊണ്ട് മാത്രം ഒരു ലാസ്റ്റ് വാർണിംഗ് മാത്രം കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം.